ഹലോ. ഹായ് മോളൂസേ, നീ എവിടെ? നമ്മൾ സ്ഥിരം ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയാ. ആ, നീ എത്തിയോ? ഇന്ന് നിന്നെ കാണാൻ നല്ല ചന്തമുണ്ടല്ലോ. പോടാ. എന്താടാ നീ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? പറയാം. ഡാഡിയുടെ ഒരേ നിർബന്ധം, ഞാൻ ഉടൻ തന്നെ കയറി ചെല്ലാൻ. എവിടേക്ക്? UK ബിസിനസ് നോക്കി നടത്താൻ. ഒരു 2 വർഷം, എന്നിട്ട് വേണം എൻ്റെ മുത്തിനെ സ്വന്തമാക്കാൻ. ഡാ, നീ എന്നെ ചതിക്കുവോ? പോടി, നിന്നെ ഞാൻ അത്രയ്ക്ക് പ്രണയിക്കുന്നു. ആഹാ, കൂട്ടുകാരി സുന്ദരിയാണല്ലോ, നമുക്കൊന്ന് കൂടണം. സ്റ്റെല്ല, ഞാൻ പോകുന്നു. ഒരിത്തിരി നേരം ഇവനോടൊപ്പം ഇരുന്നോട്ടെ പ്ലീസ് എടാ. വീട്ടിൽ പ്രശ്നമാണ്, ആരെങ്കിലും കണ്ട അത് മതി. 10 മിനിറ്റ് എൻ്റെ പൊന്നല്ലേ. ഓ ശരി, സമ്മതിച്ചു. ബാ. അത് ചുമ്മാ വെള്ളം അടിക്കാൻ വിളിക്കും. ഞാൻ ചോദിച്ച പൈസ എന്തേ? എനിക്കാരും വെറുതെ വേണ്ട. ദേ കിടക്കുന്നു, ചോദിച്ചതിനൊക്കെ ഇരട്ടിയുണ്ട്. പെണങ്ങല്ലേടാ, നീ എന്റെ മുത്തല്ലേ. മോളെ സ്റ്റെല്ലേ, എന്തു പറ്റി? വാ. ആന്റി, ഈ കാറ് ഞാൻ ആന്റിയോട് പറഞ്ഞിട്ടില്ല എന്റെ സജിയെ പറ്റി. ഇത് അവന്റെ കാറാണ്. മോളെ, ഇത് തോമസ് മുതലാളിയുടെ ഗസ്റ്റ് ഹൗസാ. അപ്പോ അയാളുടെ മകനാണോ സജി? സജി അവൻ ഇവിടെ ഉണ്ട്. എനിക്ക് സജി ഒന്ന് കാണണം ആന്റി. വാ. എടി, അപ്പൊ നീ എന്റെ കൂടെ നടന്ന ഇതിനായിരുന്നോ? നിന്നെ ഞാൻ കൊല്ലുപിടി. ഞാൻ വീടാ. മോളെ, എന്തായി കാട്ടിയത്? എല്ലാം ഞാൻ ആന്റിയോട് പറഞ്ഞതല്ലേ ആന്റി. ആന്റി, സങ്കടം നിറഞ്ഞ എന്റെ ജീവിതത്തിലേക്ക് അറിയാതെ കടന്നു വന്ന ഇവൻ വന്നതിന് ശേഷം ഞാൻ ജീവിതത്തെ പ്രണയിച്ചു തുടങ്ങിയത്. പക്ഷെ ഇവൻ എന്നെ ചതിക്കുമായിരുന്നു ആന്റി. ഞാനത് അറിഞ്ഞില്ല ആന്റി. തൊട്ടുപോര് തന്നെ. നീ ചതിയനാ. നീ എവിടാ നീ? ഞാൻ നമ്മുടെ ബാറിലുണ്ട്. ഒരെണ്ണം എടുത്തോണ്ട് വേഗം ഗസ്റ്റ് ഹൗസിലോട്ട് പോവാ. ആ ശരിയടാ. ആശം കുറെ ആവുമാരെ കൊണ്ട്. എന്ത് പറ്റിയടാ നിനക്ക്? എല്ലാവളുമാർക്കും പൈസ പൈസ. നീ ഒരെണ്ണം ഓടിച്ചേ. പണം നിനക്ക് ധാരാളം ഉണ്ടല്ലോ. കോടീശ്വരൻ അച്ഛൻ്റെ ഒറ്റ അണ്ടരിയല്ലേ നീ? നീ ഒരു കാര്യം പറഞ്ഞില്ലേ, അവളെ വിളിക്കും, വരാൻ പറ. ഇതാ ഒരു പാവം പെൺകുട്ടിയാ, കെട്ടിയാൻ കിടപ്പില്ല, 2 കുട്ടിയോളും, പട്ടിണി ജീവിതമാടാ. ഇതാ ഞാൻ പറഞ്ഞ എല്ലാ നായിൻ്റെ മക്കൾക്ക് സാമ്പത്തികം മതിയെന്ന്.
നീ വിളിച്ച് കഴിവേറ്റ്. ഹലോ. ഹലോ ചേട്ടാ, അത് എൻ്റെ നിവർത്തികേട് കൊണ്ടാ. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ജീവിക്കണമെന്നൊരു തോന്നല. ഇങ്ങനൊന്നും ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ എന്തായാലും ഒന്ന് ചെല്ല്. ശരി ചേട്ടാ, ഞാൻ ഏതായാലും പോവാം. ആ ശരി. ഹലോ ഡോക്ടർ, നാളെ തന്നെ ഡോക്ടർ പറഞ്ഞ തുക ഞാൻ എത്തിക്കാം. ശരി, ഡോക്ടർ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ചികിത്സ ആരംഭിക്കാം. ഓക്കെ, ശരി ഡോക്ടർ. എൻ്റെ വികാരത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ സുന്ദരമയ്യ. നിനക്കിനി ഒരു ദുഃഖം ഉണ്ടാവില്ല. ഞാൻ നോക്കിക്കൊള്ളാം. ഹലോ, എവിടെ മൊത്ത നീ? ഇന്ന് വരാന്ന് പറഞ്ഞോണ്ടേ വിളിച്ചതാ. ശരി, പിന്നെ ഞാൻ പറഞ്ഞത് മറക്കല്ലേ. ഓ, മറക്കില്ലെന്ന് എനിക്കറിയാം. ആ, വൈകിട്ടേ നമുക്ക് പ്രണയിക്കാം. കൊച്ചു കള്ള. പൊന്നുമോളോടത്ത് വീശിക്കൊണ്ട് നന്നായിട്ടൊന്ന് ഉറങ്ങ്. ആണെന്നൊന്ന് പ്രണയിച്ചിട്ട് വരാം. ഓ ശരി, ആയിക്കോട്ടെ. എന്താണിന്ന് അല്ലാതെ മത്ത് പിടിപ്പിക്കുന്നൊരു ഒരേ ദിവസമായില്ലേ ഈ ഉള്ളവളെ കണ്ടിട്ട്, അതുകൊണ്ടാ. വാ. ഇങ്ങനെ സുഖം അനുഭവിച്ച് നടന്നാ മതിയോടാ. ജീവിതത്തിലെ ദാമ്പത്യ സുഖം എന്നൊന്നുണ്ട്. അത് വേണ്ട എന്റെ മോന്. എന്ത് സുഖം! ഇതൊക്കെയല്ലേ സുഖം. ഞാൻ പറഞ്ഞ കാര്യം കൊണ്ടുവന്നിട്ടുണ്ടോ? നേരെ ഒത്തിരിയായി. നിന്നോടൊപ്പമുള്ള പ്രണയവികാരത്തിൽ സമയം പോയത് ഞാൻ അറിഞ്ഞതേയില്ല. ഇതല്ല മോനെ പ്രണയവികാരം. അത് മനസ്സുകൊണ്ട് അനുഭവിച്ചറിയണം. ഡാ, സജി, സജി, കണ്ണു തുറക്ക്. എടാ, എന്ത് പറ്റിയടാ? കുഴപ്പമൊന്നുമില്ല, വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടി. സോറിടാ, നിന്നെ അവളുടെ കൂടെ അങ്ങനെ കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. നീ എന്റേത് മാത്രമാണ്. നിന്റെ സമ്പത്തിനെയല്ല ഞാൻ പ്രണയിച്ചത്, നിന്നെയാണ് സജി. ഇതാടാ പ്രണയം. ഈ വികാരമാണ് നിനക്ക് വേണ്ടത്.